വയനാട്ടിൽ ആദിവാസി സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു. പരപ്പൻപാറ കോളനിയിലെ മിനിയാണ് മരിച്ചത്. കാട്ടിൽ തേനെടുക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ഭർത്താവ് സുരേഷിനും ഗുരുതരമായി പരിക്കേറ്റു. വിവരങ്ങളുമായി ദീപക് മോഹൻ. ദീപക്, എപ്പോഴാണ് ഈ സംഭവം? എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്? മന്ത്രി പറഞ്ഞതുപോലെ ഉൾവനത്തിലാണോ ഈ ആക്രമണം സംഭവിച്ചത്? പ്രതി വയനാട് മലപ്പുറം അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ ഉൾവനത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തേനെടുക്കാൻ പോയ ഈ സുരേഷും ഭാര്യ മിനിയെയും കാട്ടാന ആക്രമിച്ചത്. ഈ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മിനി മരിച്ചത്. ഭർത്താവ് സുരേഷിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഉൾവനത്തിലാണിത്. വയനാട് അതിർത്തിയിൽ നിന്ന്, അതായത് വയനാട് മേപ്പാടി സെക്ഷൻ വനമേഖലയിൽ നിന്ന് ഉൾവനത്തിൽ ഏകദേശം 8 കിലോമീറ്റർ അകത്തായാണ് ഈ പരപ്പൻപാറ ആദിവാസി കോളനി. ഇവിടെ ഇവർ മാത്രമാണ് താമസിച്ചത്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ആദിവാസി കോളനിയിൽ ഈ ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് ഇവരുടെ വരുമാനവും അതുപോലെ തന്നെ ഉപജീവന മാർഗവും എല്ലാം ഈ വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നതാണ്. വനത്തിൽ നിന്ന് തേൻ ശേഖരിക്കാനായി പോയ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ് നമുക്ക് ലഭിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സുരേഷിൻ്റെ സഹോദരനും മറ്റു ബന്ധുക്കളും നമ്മളോടൊപ്പം ഉണ്ട്. അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേച്ചി, എപ്പോഴാണ് സംഭവം? എന്താ നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞത് 5 മണിയോട് കൂടി ആക്രമണം ഉണ്ടായെന്നാണ്. പക്ഷെ നമുക്ക് ശരിക്കും അറിയില്ല. ഇന്ന് രാവിലെ 5 മണിയാണോ അതോ ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണെന്നാ പറഞ്ഞത്. ഇരുട്ടായി വന്ന സമയത്താണെന്നാ പറഞ്ഞത്. കൃത്യമായിട്ടുള്ള വിവരം നമുക്കറിയില്ല. ഇവരെങ്ങനെയാണ് തേനൊക്കെ എടുക്കാൻ ആ സമയത്ത് പോയി ആനയുടെ മുന്നിൽ പെടുന്നത്? അല്ലെങ്കിൽ ഏണിയും കയറൊക്കെ എടുക്കാൻ പോയ സമയത്തായിരിക്കും. അതാണ്. പിന്നെ നമുക്ക് അവരെന്ന് പറഞ്ഞാൽ കുട്ടികളും കൂട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. വേറെ കുട്ടികളെ അങ്ങനെ വിട്ടിട്ട് പോകും. കൂടെ എത്ര കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത്? കൂടെ 2-3 എണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു. ശരിക്കുള്ള വിവരം അറിയില്ല. അപ്പം അവര് വന്നതും പോയതും നമുക്കറിയില്ല. അവരിങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്കറിയുന്നത്. നേരത്തെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കൂടെ കുട്ടികളുണ്ടായിരുന്നു. ആന ഉണ്ടായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ടായിരുന്നു എന്നറിയില്ല. ആന ആക്രമിച്ച സമയത്ത് കുട്ടികൾ എങ്ങോട്ടാ പോയത്? കുട്ടികൾ കാട്ടിൽ കൂടെ ഓടുകയാണ് ചെയ്തത്. അവർ കണ്ടെത്തിയതായിട്ട് വനം വകുപ്പുകാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അത് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ അവര് കുട്ടികൾ എങ്ങോട്ടാ എങ്ങനെയാ പോയതെന്നൊന്നും അവർക്കറിയില്ല. അപ്പോഴത്തേക്ക് ഇവർ ബാക്കിലുണ്ടായിരുന്നു. കുട്ടികൾ മുന്നിലാണ് പോയത്. അങ്ങനെ കുട്ടികൾ ഓടുകയാണ് ചെയ്തത്. ഈ സുരേഷിന് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യം? അത് ഫോറസ്റ്റുകാരാണ് വിളിച്ചു പറഞ്ഞത് രാവിലെ. സുരേഷിന് എന്താ പറ്റിയത്? അത് കാല് പോയിന്നാണ് പറയുന്നത്. ബോധമൊന്നും ഇല്ല. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്താ ശരിക്കുള്ള ഇത് അറിയില്ല. ഇനി ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഈ സുരേഷ് സാധാരണഗതിയിൽ തേനെടുക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ എങ്ങനെയാ കൂടെ ആളുകൾ ഉണ്ടാവുമോ? ആ വീട് എവിടെയായിട്ടാണ്? പരപ്പൻപാറ ഏത് ഭാഗത്താണ്? അവിടെ ആളുകളുണ്ടോ? എന്തൊക്കെയാ കാര്യങ്ങൾ? അവിടെ ആളുകൾ പറഞ്ഞാൽ പുഴ സൈഡാണ്. മറ്റേ ചാലിയാർ പുഴേൻ്റെ അവിടെയാണ് അവർ താമസം. പുഴ സൈഡിൽ തന്നെയാണ്. പക്ഷെ വീട് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഷെഡായി വെച്ചിട്ടാണ് അവർ താമസം അവിടെ. അവിടെ നിന്നാണ് അവർ തേനെടുക്കാനൊക്കെ പോക്ക്. ഇവിടുന്ന് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ടോ? ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് അങ്ങനെ പോക്കില്ല. ഞങ്ങൾ പുഴ കൂടെയൊക്കെ പോയിട്ട് പോരും. ഇവിടുന്ന് എത്ര നേരം വേണം ആ ഭാഗത്തേക്ക് എത്താൻ? ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കൊരു 2 മണിക്കൂറെങ്കിൽ വേണം അവിടെ എത്താൻ, ആ ബോട്ടിലെത്താണെങ്കിൽ. സ്മൃതി, നേരത്തെ പറഞ്ഞതുപോലെ സുരേഷിന്റെ കാല് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ സ്ഥിരീകരണമായിട്ടില്ല. മാത്രമല്ല, ഈ സുരേഷിന്റെയും മിനിയുടെയും കൂടെ അവരുടെ മക്കളുണ്ടായിരുന്നു. ആനയുടെ ആക്രമണത്തിന്റെ സമയത്ത്, ആന ആക്രമിച്ച സമയത്ത് ഈ 3 മക്കളും ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും വാണിയമ്പാറയിൽ നിന്നുള്ള, നിലമ്പൂരിൽ നിന്നുള്ള വനം വകുപ്പ് സംഘവും അതോടൊപ്പം വയനാട്ടിൽ നിന്നുള്ള വനപാലക സംഘവും മേപ്പാടിയിൽ നിന്നുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ജീവനക്കാരെല്ലാവരും തന്നെ ഈ വനമേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ, ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ ഇവർ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് ഈ മേഖലയിലേക്ക് വാഹനത്തിലൂടെ പോകുക എന്നുള്ളത് അല്പം ദുഷ്കരമായ ഒരു കാര്യമാണ്. കാരണം ചെങ്കുത്തായ ഉൾവനത്തിലാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.